എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ കിരാത സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ കിരാത ഈ വരുന്ന 29-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ സംഭവ കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് കിരാത. ഒരുപാട് കാലം പത്രത്താളുകളിൽ ഇടം നേടിയ ഒരു നടന്ന സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ്. നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ഒരു സിനിമ കൂടിയാണ് കിരാത. സീസൺഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം അവർക്കും അവസരം കിട്ടിയ ഒരു സിനിമ കൂടിയാണ് കിരാത. നമുക്ക് ഏവർക്കും പ്രിയങ്കരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. എം.ആർ. ഗോപകുമാർ ചേട്ടൻ, ദിനേശ് പണിക്കരേട്ടൻ, ഡോക്ടർ രജിത് കുമാർ, ചെമ്പിൽ അശോകൻ ചേട്ടൻ, അങ്ങനെ രാജ്മോഹൻ ജി, നിരവധി നീന കുറുപ്പ്, വൈഗ, റോസ്, അരിസ്റ്റോ, സുരേഷ്. എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അതിന് യോഗ്യരായിട്ടുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവരിലേക്ക് മൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. സിനിമയുടെ പ്രൊഡ്യൂസർ എടത്തൊടി ഭാസ്കരൻ സാർ, അദ്ദേഹം ബഹ്റിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നാട്ടിലെ ഒറ്റപ്പാലമാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. സംവിധായകൻ റോഷൻ കോന്നി, അദ്ദേഹമാണ് എഡിറ്റിംഗ്, ക്യാമറ, സംവിധാനം മൂന്നും നിർവഹിച്ചിരിക്കുന്നത്. അതില് ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ എം.ആർ. ഗോപകുമാർ ചേട്ടനാണ്. അതുപോലെ തന്നെ രാജ്മോഹൻ ജി, അദ്ദേഹവും ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല വേഷം ചെയ്ത ആളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ രജിത് കുമാർ, നമ്മുടെ ബിഗ് ബോസ് ഫെയിം. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആദ്യം ഡയറക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. എൻ്റെ പേര് റോഷൻ കോന്നി എന്നാണ്. ഒരു നടന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ തിരക്കഥയും എഡിറ്റിങ്ങും ക്യാമറ മറ്റു കാര്യങ്ങളും ചെയ്ത് ഞാൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് കിരാത. അപ്പോൾ ഈ സിനിമ ആനുകാലിക വിഷയത്തെ ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ നടന്ന ഒരു വിഷയത്തെ, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിഷയമാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. 29 തീയതിയാണ് റിലീസ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 200ഓളം പുതുമുഖ ആർട്ടിസ്റ്റുകൾക്ക് ഇതിൽ അവസരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എല്ലാവരും അവസരങ്ങൾ തേടി ഒരുപാട് കുട്ടികളൊക്കെ സിനിമയിലേക്ക് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഒരു 200ഓളം പേർക്ക് അവസരം കൊടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. പുതുമുഖ സിനിമയാണ്. വലിയ ഹൈപ്പായ നടന്മാരോ വലിയ ബഡ്ജറ്റിലോ ഒന്നും ഇറങ്ങിയ ഒരു പടമല്ല. അത് ചെറിയ പടമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരമാവധി മേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് വിധിയെടുത്ത് അവർ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. 29-ാം തീയതി റിലീസാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഒരു കൃത്യമായ നമസ്കാരം. വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഞങ്ങളുടെ ഈ എളിയ പരിപാടിക്ക് വന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഈ ഒരു പടം കിരാത എന്നൊരു പടം രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മുടെ PRO സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നമ്മുടെ സംവിധായകനും പറഞ്ഞു. അപ്പൊ നടന്ന സംഭവത്തെ നമ്മൾ ചിത്രീകരിച്ചു. പക്ഷെ അതേപോലെ ചിത്രീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതാണ് അതിന്റെ കഥാതന്തു. കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ കൂടുതലും ഈ പുതുമുഖങ്ങളെയാണ് ഞങ്ങൾ നോക്കിയത്. പണ്ട് നമ്മുടെ ഒരു മേനകയുടെ ഹസ്ബൻഡ് സുരേഷ് പറഞ്ഞായിരുന്നല്ലോ, വെല്ലുവിളിച്ചായിരുന്നല്ലോ, നമ്മള് പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കും, മോഹൻലാലിനോടും തോന്നുന്നു, പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കും, വിജയിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ത്രില്ല്, അല്ലെങ്കിൽ അതൊരു നമുക്കൊരു ഊർജം നൽകിയിട്ടാണ് ഇതിനകത്ത് കൂടുതലും മെയിൻ ആർട്ടിസ്റ്റുകളായിട്ടുള്ളത് പുതുമുഖ നടന്മാരാണ്. പക്ഷെ അവര് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇനി പ്രേക്ഷകരാണ് അതിന്റെ വിധിയെടുത്ത് ചെയ്യേണ്ടത്. കൂടാതെ അതിന്റെ കൂടെ സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ശ്രീ എം.ആർ. ഗോപകുമാർ സാറ്, ദിനേശ് ചേട്ടൻ, നീന കുറുപ്പ്, അരിസ്റ്റോ സുരേഷ്, അങ്ങനെ ചെമ്പിൽ അശോകൻ, ഒരുപാട് പേര്, വൈഗ റോസ്, അങ്ങനെ ഒരുപാട് സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന 6 കഥാപാത്രങ്ങൾ മെയിനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഇതിനനുസരിച്ച് അത് ചെയ്തിട്ടുണ്ട്. ഭംഗിയായി കോന്നിയിലെ വനഭംഗി ശരിക്കും ചിത്രീകരിച്ചൊരു പടമാണ്. അവിടുത്തെ പ്രകൃതി ഭംഗി ശരിക്കും ഒപ്പിയെടുത്തിട്ടുള്ള ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള റോഷനാണ് നമ്മുടെ സംവിധായകൻ.
അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്ത് കഥകൾ പറയാനുള്ളത്. പിന്നെ ഞാനിതൊരു എൻ്റെ പുതിയൊരു സ്റ്റെപ്പാണ് സിനിമയിലേക്ക്. ചെറിയ ഒരു ആഗ്രഹം ചെറുതായിട്ട് ഉടലെടുത്തു. 4 ഷോർട്ട് ഫിലിം ആദ്യം ബഹ്റിനിൽ ചെയ്തു. അതിൽ 4 അവാർഡുകളുണ്ട്. ഇപ്പോ അതിൽ 2 ഇവിടെ പ്രേംനസീർ സാഹിത്യ പുരസ്കാർ ചലച്ചിത്ര അവാർഡ് 30-ാം തീയതി അതിൽ ഞാനാണ് ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ഷോർട്ട് ഫിലിമിന്റെ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. പിന്നെ അച്ഛൻ മാഷില് 2ാമത്തെ ഷോർട്ട് ഫിലിമാണ് അച്ഛൻ മാഷ്. അതിൽ നമ്മുടെ ശ്രീ M.R. ഗോകുമാർ സാറാണ് മെയിൻ കഥാപാത്രം. അത് എല്ലാം ജനഹൃദയങ്ങളെ ടച്ച് ചെയ്യുന്ന ഒരു കഥ ശരിയായി. 20 മിനിറ്റേ ഉള്ളെങ്കിലും ഷോർട്ട് ഫിലിംസ്. അപ്പൊ അതിനൊക്കെ അവാർഡ് കിട്ടി. നമുക്കിതിന് അവാർഡിന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടെ ജനങ്ങൾ നമ്മളൊന്ന് അംഗീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞങ്ങൾക്ക് നല്ല നല്ല പടങ്ങൾ പിടിക്കാനുള്ള ഒരു അവസരം നിങ്ങളെല്ലാം പൊതുജനം നമുക്ക് നൽകട്ടെ. കാരണം ഈ രാഷ്ട്രീയക്കാർ പറയുമല്ലോ, ജനമാണ് നമ്മുടെ വിധിയെഴുത്ത്. അതുപോലെ സിനിമക്കാർക്ക് പറയാൻ ഞങ്ങളുടെ വിധിയെഴുത്ത് പ്രേക്ഷകരാണ്. കൂടുതൽ പ്രേക്ഷകർ കാണട്ടെ. ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇടത്തടി ഭാസ്കരൻ, പ്രൊഡ്യൂസർ. നമസ്കാരം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയാണ്. അതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. കഥയായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ 100% സാക്ഷരത ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. നമ്മൾ ദിവസവും, നിങ്ങളെല്ലാം പത്രക്കാരാണ്, എല്ലാവരും രാവിലെ 3 പത്രമെങ്കിലും വായിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണെന്നാണ് നമ്മുടെ ഒരു പൊങ്ങച്ചം പറച്ചില്. പക്ഷെ സ്വന്തം പേര് തെറ്റായിട്ട് എഴുതുന്നതല്ല സാക്ഷരത. അതിനെ വായിക്കണം, വായിച്ചത് ഉൾക്കൊള്ളുന്നത് നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കണം. ഇത് ചെയ്യാതെ വേറെ ഒരുത്തനെ ദ്രോഹിച്ച് നമുക്ക് നന്നായി കളയാമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇപ്പോഴും. അതിന് ദ്രോഹിക്കാൻ വേണ്ടി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത അവരെ ദ്രോഹിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ കഥയാണിത്. കൂടുതലൊന്നും ഞാൻ കഥയെക്കുറിച്ച് പറയുന്നില്ല. ഇതിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ തൂണ് പോലെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ എല്ലാ ഡെക്കറേഷൻസും അല്ലെങ്കിൽ ഇതിന്റെ മേൽക്കൂരയും ഇതിന്റെ എല്ലാ അലങ്കാരങ്ങളും ഇതിലെ പുതിയ നടീനടന്മാരാണ്. അവർ ഇതിലൊരു അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഇത് ശരിക്കും അന്തം വിട്ടുപോയി. അവരുടെ പെർഫോമൻസ് ഉണ്ട്. അത്ര നല്ല പെർഫോമൻസ് ആണ് ഇതിലെ പുതിയ ആൾക്കാരുടെ എല്ലാം. പിന്നെ ഇടത്തൊടി സാറിന്റെ ഇത് 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ 2 ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഗംഭീര സിനിമ, അത് ഞാൻ കണ്ടതാണ്. 2ാമത്തെ അച്ഛൻ മാഷ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചതാണ്. ഞാൻ അഭിനയിച്ചത് കൊണ്ടല്ല, മാത്രമല്ല, അല്ലെങ്കിൽ ആ സിനിമ വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ്. അപ്പോൾ നല്ല സിനിമ എടുക്കാനുള്ള യോഗം സാറിനുണ്ട്. ഇതും നല്ല സിനിമയായിരിക്കും. ഒരു റോഷൻ പുതുമുഖ സംവിധായകനാണെന്നാണ്. പക്ഷെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൃതകസ്ഥനായ ഒരാള് ചെയ്ത സിനിമ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എഡിറ്റിംഗ് ആയാലും ശരി, ക്യാമറയുടെ ആയാലും ശരി, ലൊക്കേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗംഭീര, എന്ത് മനോഹരമായ ലൊക്കേഷൻസ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ആളുകൾ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ സിനിമാ പ്രവർത്തകരുടെ ആഗ്രഹം അവരുടെ സിനിമ എല്ലാം കൂടുതൽ ആൾക്കാർ കാണണമെന്നാണ്. പക്ഷെ ഈ സിനിമ അതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, വിപുലീകരിക്കാൻ, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ചിന്തിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എല്ലാവരും അഭ്യർത്ഥന സ്വീകരിക്കുമെന്ന് വിചാരിക്കും. സന്തോഷം. നമസ്കാരം. 2020 ബിഗ് ബോസിന് ശേഷം ദേവജോലി ഉപേക്ഷിച്ച്, അത് ചെറുതല്ല, കാലടി ശങ്കര കോളേജിലെ 5 വർഷം ബാലൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന 5 വർഷവും 1.25 കോടി രൂപയോളം വരുന്ന ശമ്പളവും ഉപേക്ഷിച്ചിട്ടാണ് ഈ കലാജീവിതത്തിലേക്ക്, വളരെയധികം മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു പാഷനാണ്, ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഏകദേശം 36ാമത്തെ പടം മെനഞ്ഞാന്ന് കഴിഞ്ഞു. ഈ പടങ്ങളിൽ ഒരു 32-33 എന്തായാലും തിയേറ്ററിൽ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളതാണ്. അതിൽ 2-3 തിയേറ്ററിൽ വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്ന പടങ്ങളിലെ ഒന്നാണ് കിരാത എന്ന് പറയുന്ന ഈ സിനിമ. കാരണം ഈ സിനിമ ഇറങ്ങരുത്
എന്ന് ആഗ്രഹിച്ച കുറെ പ്രകൃതി ശക്തികളുണ്ട്. ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളും നേരിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷമാകും പോകുന്നത് അല്ലേ. ഇവർ പറയാതിരുന്നൊരു സംഭവമാണ്. എനിക്ക് ഈ സത്യം കുറച്ച് വിളിച്ചു പറയൽ ശീലം കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു. പക്ഷെ 2 വർഷക്കാലം കൊണ്ട് കഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നാമ്പുറത്ത് എടത്തൊടി ഭാസ്കരൻ ചേട്ടൻ അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഒന്നി ആത്മഹത്യ ചെയ്തേനെ, റോഷനായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ച്, റോഷൻ വരെ വേറെ വല്ലവരായിരുന്നെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലായതിനെ. ആ ലെവലിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉടായ്പകളും തന്ത്രങ്ങളും അങ്ങനെ എല്ലാം പഠിച്ചു. കാരണം ഇത് തിയേറ്ററിൽ എത്തരുത് എന്ന് ആഗ്രഹിച്ച കുറച്ച് പേര്. കാരണം സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ടീമിന്റെ ഒരു അടിത്തറ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് കുടുംബം വിറ്റാണെങ്കിലും ഇത് തിയേറ്ററിൽ എത്തിച്ചേ അടങ്ങൂ എന്നുള്ള എടത്തൊടി ചേട്ടന്റെ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയും അതിനോടൊപ്പം റോഷനും ടീമും കൈകോർത്ത് നമ്മൾക്കൊക്കെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് 2026 മെയ് 29-ാം തീയതി എന്ന് പറഞ്ഞാൽ വരുന്ന വെള്ളിയാഴ്ച ഇത് നിങ്ങളുടെ എല്ലാം സഹായത്തോടെ ദൈവാനുഗ്രഹത്തോടെ തിയേറ്ററിൽ എത്തിച്ചേരുന്നത്. ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ്. ഞാൻ 26 വർഷം ഒരു കോളേജിൽ അധ്യാപകനായിരുന്നതാണ്. എൻ്റെ ഇടയിൽ അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഹയർ സെക്കൻഡറി കുറേ കാലം പണിഞ്ഞതാണ്. ഇവിടെ എല്ലാം ഞാൻ കണ്ടുവരുന്നത് നമ്മൾ പഠിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ SLC ശതമാനം നോക്കിയാൽ 99.99, 823 ഇങ്ങനെ എല്ലാത്തിനെയും കയറ്റി വിടുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ 10ാം ക്ലാസ്സിൽ 48%, 50%, 52% വിജയവും ബാക്കി തോൽവിയായിരുന്നു. ആ സമയത്ത് ഇവിടെ എന്തുണ്ടായി? ഇവിടെ പണി ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു, അതിൽ കിട്ടാൻ അന്യസംസ്ഥാന തൊഴിലാളികളില്ലായിരുന്നു. ഇപ്പൊ ഏകദേശം 50 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികളും ജീവനക്കാരും ഇവിടെ വന്നു. നമ്മുടെ കുട്ടികളിൽ 99.9 ജയിച്ചിറങ്ങിയപ്പോൾ തൊഴിലില്ലാതെ വരുന്നു. തൊഴിലില്ലാതെ വരുമ്പോൾ ഏതൊക്കെ ഉടായ്പിലൂടെ, ഏതൊക്കെ കുറുക്കു വഴിയിലൂടെ പൈസ ഉണ്ടാക്കാം, കൂടതന്ത്രം അല്ലെങ്കിൽ ആഭിചാരം അല്ലെങ്കിൽ ഏത് വഴികളിലൂടെയാണ് പണം തട്ടിയെടുക്കുക എന്നുള്ള ക്രിമിനൽ മൈൻഡഡ് പ്രവർത്തനങ്ങൾ കുറച്ച് പേരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. അത് റിയലിസ്റ്റിക് ആണ് കംപ്ലീറ്റ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിയലിസ്റ്റിക് ഫിലിമും അതിന് കുറച്ച് ഫാന്റസിയുമായി ചേർന്നിട്ടുള്ള ഒരു ഹൊറർ തന്നെയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൊററൊന്നും അല്ല, പക്ഷെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു സംഭവം അതിന്റെ ദൃശ്യാവിഷ്കാരത്തിലൂടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പല രീതിയിൽ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വളരെയേറെ സ്വാതന്ത്ര്യമാണ്. മഹാഭാഗവത്തിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇന്ന് പാരൻസ്, പണ്ട് ഒരു പശു അതിന്റെ കുട്ടിയെ നക്കി 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 ഒരുപാട് സ്നേഹിച്ച് തുടച്ച് കുട്ടികളുടെ തൊലി പൊളിഞ്ഞു പോയതുപോലെ ഇന്ന് പാരൻസ് മെജോറിറ്റി സ്ഥലങ്ങളിൽ ഓവർ സ്നേഹം കൊടുത്ത് സ്വാതന്ത്ര്യത്തിന് വിട്ടു കഴിയുമ്പോൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നവരും കോളേജുകളിൽ പഠിക്കാൻ വരുന്നവരും ചിലപ്പോൾ ആഘോഷങ്ങൾക്ക് കറങ്ങുമ്പോൾ സ്വാതന്ത്ര്യം എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ അവർ തിരിച്ചു വരുമോ, തിരിച്ചു വരൂല്ലയോ? ആ ചോദ്യത്തിന് ഉത്തരം ഈ സിനിമയിൽ കാണാൻ പറ്റും. തിരിച്ചു വരുമെങ്കിൽ അത് എങ്ങനെ വരും, തിരിച്ചു വന്നില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് പാരൻസിന് മക്കളെ നഷ്ടപ്പെടാനുള്ള സാധ്യത. അങ്ങനെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണ്. പ്ലസ് ലഹരി, എല്ലാത്തരം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാത്തരം നെഗറ്റീവ് ആസ്പെക്റ്റുകളെയും കോർത്തിണക്കിക്കൊണ്ട് വച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആദ്യം ഈ ടൈറ്റിൽ ഇട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടൈറ്റിലെ പോസ്റ്റർ രൂപത്തിൽ ഇപ്പം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചിലരോട് സംസാരിച്ചപ്പോഴും അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കിരാത. അപ്പോൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ, ബോധവൽക്കരണത്തിന് സമൂഹത്തിനോട് ആരും വിളിച്ചു പറയാൻ മനസ്സ് കാണിക്കാത്ത സത്യങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്ന ഒരു സിനിമയാണ് കിരാത. 29-ാം തീയതി നിങ്ങൾ തിയേറ്ററിൽ കയറി കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സന്ദേശങ്ങൾ ബോധ്യപ്പെടും. അപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന്. ഞാൻ ജസ്റ്റ് ത്രെഡ് രൂപത്തിൽ പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം ഞാൻ കാണുന്ന കുറേ കാഴ്ചകളായതുകൊണ്ടാണ്. ഒരു കുട്ടി പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു പാരൻസിനും. ഒരു കുട്ടി പോലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്കെന്താ പറയുക, നമുക്ക് ഹൃദയവേദന ഉണ്ടാകുന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോകരുത്, പീഡനം അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് കിരാത. നമസ്കാരം. വേദിയിലും സഹസ്കരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സിനിമയുടെ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ എടത്തൊടി ചേട്ടനോടും ശ്രീ റോഷനോടും ഒക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
നമ്മൾ ന്യൂസ് ചാനൽ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ വൃത്തികെട്ട ന്യൂസുകളൊന്നും വരരുത് എന്ന പ്രാർത്ഥനയോടെയാണ് പലപ്പോഴും ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യമോ ഭാഗ്യമോ എന്നും കാണുന്ന ന്യൂസുകൾ വളരെ ദയനീയമാണ്. നമ്മുടെ യുവതലമുറ എങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിന് വഴുതി വീഴുന്നു, അവരുടെ പാരൻസ് അവർ കാരണം എന്തൊക്കെ അനുഭവിക്കുന്നു, അത് റിയലിസ്റ്റിക് ആയി ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ റോഷൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എമാരേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ വേദിയിരിക്കേണ്ട ഒരു പുതിയ തലമുറയുണ്ട്. ആ തലമുറ ആരും എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളെക്കാളൊക്കെ വളരെ ഭയങ്കരമായി ഈ പടം ചെയ്തിട്ടുള്ള ആൾക്കാർ അവരാണ്. ഇപ്പം പുതിയ ന്യൂ കമേഴ്സിനെ വെച്ച് പടം ചെയ്തു എന്ന് വെച്ചാൽ അത് തെറ്റൊന്നുമല്ല. ഇന്നത്തെ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നായകനും വില്ലനും ഒക്കെ കഥയാണ്. ഇവിടെയും ഈ സിനിമയുടെ സബ്ജക്റ്റ് ആണ് നായകനും വില്ലനും എല്ലാം. അത് നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. തീർച്ചയായും ഇപ്പൊ വാഴയൊക്കെ പോയ പോക്ക് കണ്ടില്ലേ, എല്ലാം പുതുമുഖ നടന്മാരാണ്, യൂട്യൂബേഴ്സും ഒക്കെയാണ്. പക്ഷെ അതിൽ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു സബ്ജക്റ്റ്, റിയലിസ്റ്റിക് ആയ ഒരു സബ്ജക്റ്റ് ആണ് ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീ റോഷന്റെ വൈഫ് ജിറ്റയാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഞാനും കുറെ കാലം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാവുകൊണ്ട് എനിക്കത് ചെന്ന് സബ്ജക്റ്റ് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് വളരെയധികം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമ. പക്ഷേ അത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേക്ഷകരാണ് അത് കൊണ്ടുപോകേണ്ടത്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് മാക്സിമം എക്സ്പോസ് ചെയ്ത പടം കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഈ പടത്തിന്റെ വിജയത്തിലേക്ക് ഉണ്ടാവണം. താങ്ക് യു.